നമസ്തേ. കനത്ത മഴയും പ്രളയക്കെടുതിയും മൂലം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദുരിതം തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് കൈത്താങ്ങാകാൻ തിരുവനന്തപുരം നഗരസഭ രംഗത്തെത്തി. ദുരിതപ്പെയ്ത്തിന് കൈത്താങ്ങ് എന്ന പേരിൽ ആരംഭിച്ച സഹായ ദൗത്യത്തിന്റെ ഭാഗമായി അവശ്യ സാധനങ്ങളുമായി വാഹനങ്ങൾ ഇന്ന് ദുരിതബാധിത മേഖലകളിലേക്ക് യാത്ര തിരിച്ചു. അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്കും ദൃശ്യങ്ങളിലേക്കും നമുക്ക് പോകാം. ദുരിതം അനുഭവിക്കുന്ന ഇടങ്ങളിലേക്ക് തിരുവനന്തപുരം നഗരസഭയുടെ സഹായം കൂടിയാണ്. 2 മോഡുകളാണ് വണ്ടി വേണമെങ്കിൽ ശകലം മുന്നോട്ട് നീങ്ങാം. ഓക്കെ, മുന്നോട്ട് ശകലം ഒന്ന് മുന്നോട്ട് നീങ്ങിയാൽ മതി. ഓ ഹൈറ്റിന് കുറച്ച് ബാക്ക് പോയാലോ നമുക്ക്. ഞാൻ മാത്രമേ ഉള്ളൂ പ്രതിപക്ഷത്ത്. നമ്മളെ നിർത്താൻ സമ്മതിക്കില്ല. നമ്മളിന്ന് തിരുവനന്തപുരം നഗരസഭയിൽ നിന്ന് നമ്മൾ ഇന്നലെ തുടങ്ങിയ കളക്ഷൻ ക്യാമ്പ് നമ്മൾ ഇന്ന് റാന്നി തിരുവല്ല പ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിരവധിയായിട്ടുള്ള ആളുകളുടെ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏകദേശം 3 ലോഡോടും നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു. ഇന്നിപ്പോൾ രാവിലെ 2 ലോഡാണ് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് റാന്നി തിരുവല്ല പ്രദേശത്തെ. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ബാക്കി ലോഡുകൾ കൂടി ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് പോകുന്നതായിരിക്കും. ഇതിൽ ഒരുപാട് പേര് സഹായിച്ചു. രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും തന്നെ നോക്കാതെ ദുരന്തമുഖത്തുള്ള സഹോദരങ്ങൾക്ക് ഒരു സഹായവുമായിട്ട് ഒരുപാട് സുമനസ്സുകൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് നന്ദി. കൗൺസിലേഴ്സ് ഉണ്ട്, റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകളുണ്ട്, വീട്ടമ്മമാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. കാരണം നമ്മൾ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്, നമ്മുടെ സഹോദരങ്ങൾ ഒരിക്കലും അവർക്കൊരു ആപത്ത് വരുമ്പോൾ നമ്മൾ ആരും അവരെ ഇട്ടിട്ട് പോവില്ല. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ മനസ്സോടുകൂടി അവരോടൊപ്പം ഉണ്ടാകും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ആളുകൾ, നമ്മൾ ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ തലസ്ഥാന നഗരി എന്ന് പറയുമ്പോൾ നമ്മുടെ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് അവരെയൊക്കെ തന്നെ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത്. അത് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ദുരന്ത സമയത്ത് സർക്കാർ സംവിധാനങ്ങൾക്കും രക്ഷാപ്രവർത്തകർക്കുമൊപ്പം വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും കൈകോർക്കുന്നത് ദുരിതബാധിതർക്ക് വലിയ ആശ്വാസമാണ്. തിരുവനന്തപുരം നഗരസഭയുടെ ഈ സഹായ ദൗത്യവും അത്തരമൊരു കൂട്ടായ്മയുടെ ഉദാഹരണമാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാനും മറക്കരുത്. ദുരിതബാധിതർക്കായി നിങ്ങളുടെ പ്രാർത്ഥനകളും പിന്തുണയും കമന്റിലൂടെ പങ്കുവയ്ക്കുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.